it's me Dr. Bima from Dr. Bima Clinic for Child Development. കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത കൂടി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അത് കുട്ടികളിലെ പലതരം മാനസിക സമ്മർദ്ദം കാരണമാണ് ഇങ്ങനെ ആത്മഹത്യാ പ്രവണത കൂടി വരുന്നത്. അതെങ്ങനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാം എന്നുള്ള മാർഗ്ഗങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്കൂളിൽ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധർ എന്താണെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. കുട്ടികളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയാനും അത് പങ്കുവെക്കാനും ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ ഒരു റിലീഫായിരിക്കും. സ്കൂളിലെ അധ്യാപകർക്കും ഒരു പരിധി വരെ കുട്ടികളുടെ പല പല പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും അതെങ്ങനെ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനും അധ്യാപകർക്കും കഴിയും. അടുത്തതായി കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാണ്. വീട്ടിൽ ഒരു നല്ലൊരു അന്തരീക്ഷം കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പേരൻസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പലതര കാര്യങ്ങൾ പറയാനും അതിൻ്റെ സൊല്യൂഷൻസ് പേരൻസിന് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ, അതുപോലെ തന്നെ സേഫ്റ്റി എൻവയൺമെൻറ്റ്, കുട്ടികൾക്കൊരു സുരക്ഷിതമായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്ക് അതിൽ നിന്ന് കൂടുതൽ സോഷ്യൽ സ്റ്റിമുലേഷൻ കിട്ടാനും സാമൂഹിക ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാനും കുട്ടികൾക്ക് അവസരങ്ങൾ നൽകണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ബുള്ളിങ് ഇതിനൊക്കെ എതിരെ കർശനമായിട്ടുള്ള നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്രൈസിസ് ഇൻ്റർവെൻഷൻ ആൻഡ് ഹോട്ട്ലൈൻ നമ്പേഴ്സ്, അതായത് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആത്മഹത്യ പ്രവണത വരുമോ അല്ലെങ്കിൽ അവർക്ക് അതീവമായിട്ടുള്ള സമ്മർദ്ദം വരുമോ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള ഹോട്ട്ലൈൻ നമ്പേഴ്സ് നമുക്ക് ഗവൺമെൻറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൗൺസിലർമാർ അതുപോലെ സൈക്കോളജിസ്റ്റ് അവരുടെയൊക്കെ സേവനം ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കുട്ടികളെ ഈ ഒരു പ്രവണതയിൽ നിന്ന് നിയന്ത്രിക്കാനും ഇത് തടയാനും സാധിക്കും. ഇൻ്റർനെറ്റ് സേഫ്റ്റി ആൻഡ് സൈബർ ബുള്ളിങ്, ഇൻ്റർനെറ്റിൽ കുട്ടികൾ എന്തൊക്കെ തരമായിട്ടുള്ള വീഡിയോസാണ് കാണുന്നത്, ഓൺലൈൻ എങ്ങനെയാണ് കുട്ടികൾ പ്രവർത്തിപ്പിക്കുന്നത്, അതിനൊക്കെ ഒരു ശ്രദ്ധ പേരൻസ് മസ്റ്റായിട്ടും കുട്ടികളിൽ ചെലുത്തണം. അതുപോലെ തന്നെ സൈബർ ബുള്ളിങ്ങിനെതിരെ ഒരു കർശനമായിട്ടുള്ള നടപടി ഗവൺമെൻറ്റും സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കോംപ്രഹെൻസീവ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരേണ്ടതും ഇത് വളരെ അത്യാവശ്യമാണ്. അതായത് കുട്ടികളിൽ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ആത്മഹത്യ പ്രവണത കാണുകയാണെങ്കിൽ അവർ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് അവരെ ആ ഒരു പ്രവണതയിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുട്ടികളിലെ ആത്മഹത്യ പ്രവണത കുറയ്ക്കാൻ സഹായിക്കും. കുട്ടികൾക്ക് പിന്തുണയും സ്നേഹവും ലഭിക്കുമ്പോൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ സാധിക്കും. താങ്ക് യു.